എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ രാശി എന്താണ്, കൂറെന്താണ്, ലഗ്നരാശി, സൂര്യരാശി, അതുപോലെ തന്നെ സൂര്യഹോര, ചന്ദ്രഹോര ഇതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ജ്യോതിഷത്തിൽ സാധാരണ രാശി, കൂറ് എന്നിവയെ പലരും ഒരേ അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന് വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് രാശി എന്താണെന്ന് പരിശോധിക്കാം. രാശിചക്രം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ചതുരത്തിലുള്ള കോളവും അതിലെ 12 ഭാഗങ്ങളിൽ കാണാത്തവരാരും ഉണ്ടായിരിക്കില്ല. എന്നാൽ അത് ആകാശമണ്ഡലത്തിലെ രാശിമണ്ഡലം എന്ന് പറയുന്നത് വൃത്താകൃതിയിലാണ്. 360 ഡിഗ്രിയുള്ള ഒരു വൃത്തം. അതിനെ 30 ഡിഗ്രി വീതമുള്ള 12 ഭാഗങ്ങളാക്കി മാറ്റുന്നു. അതിനെയാണ് രാശികൾ എന്ന് പറയുന്നത്. രാശിയിൽ ആദ്യത്തേത് മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെ 12 രാശിയിലാണ് രാശി മണ്ഡലം ഉള്ളത്. ഒരാൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിനെയാണ് അയാളുടെ ചന്ദ്രരാശി എന്ന് പറയുന്നത്, അതിവനെ അഥവാ രാശി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് കൂറ് എന്താണെന്ന് നോക്കാം. ചന്ദ്രൻ ഒരു രാശിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള പാദമാണ് കൂറ്. ഒന്നുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ മേടം രാശി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ മേടം രാശിയിൽ 2.25 നക്ഷത്രമാണുള്ളത്. ചന്ദ്രൻ 2.25 നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് 9 നക്ഷത്ര പാദങ്ങളാണ് അതിലുള്ളത്. അത് നിങ്ങളുടെ ജന്മനക്ഷത്രം ഏത് രാശിയിലാണോ അതാണ് ചന്ദ്രരാശി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ നക്ഷത്രം അശ്വതിയാണെന്ന് കണക്കാക്കുക. ആ നക്ഷത്രത്തെ 4 തുല്യ ഭാഗമായി തിരിക്കുന്നുണ്ട്. അതിനെ പാദം എന്നാണ് പറയുന്നത്. പലവരും ചോദിക്കുന്നുണ്ട്, ആദ്യ പാദത്തിലാണോ രണ്ടാം പാദത്തിലാണോ, അങ്ങനെ 4 പാദങ്ങളുണ്ട്. അതിലേതിലാണോ കുട്ടി ജനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നും കൂടി വിശദമായി പറയാം. 360 ഡിഗ്രി ഒരു വൃത്തത്തിനെ 27 നക്ഷത്രങ്ങൾക്കായി ചിന്തിക്കുമ്പോൾ നമുക്കത് വീതിച്ചു കൊടുക്കുമ്പോൾ ഒരു നക്ഷത്രത്തിൽ എത്രയുണ്ടായിരിക്കും? 13 ഡിഗ്രി 20 സെക്കൻഡ് ഉണ്ടായിരിക്കും അല്ലേ? ഇതിനെ വീണ്ടും 4ആയി ഭാഗിക്കുമ്പോൾ 3 ഡിഗ്രിയും 20 സെക്കൻഡും കിട്ടും. ഇതിനാണ് ഒരു നക്ഷത്രപാദത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഒന്നും മനസ്സിലായി കാണില്ല എന്നറിയാം. ഒന്നും കൂടെ വിശദമായി പറയാം. ഒരു നക്ഷത്രം 4 ഭാഗമാക്കി തിരിക്കുകയാണ്. അശ്വതി നക്ഷത്രത്തിന് 4 പാദങ്ങളാണ്. അതിലെ ഓരോ പാദത്തിനെയും 3 ഡിഗ്രി 20 സെക്കൻഡ് എടുക്കുന്ന സമയത്ത്, അഥവാ 3.20 എടുക്കുന്ന സമയത്ത് അത് 4 പാദങ്ങളിലേക്ക് എത്തുമ്പോൾ 13.20 ലഭിക്കും. മനസ്സിലായ? അപ്പോൾ ഒരു നക്ഷത്രപാദത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3.20 സെക്കൻഡാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വിശദമായി ചോദിച്ചോളൂ, പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് രാശി എന്താണ്, കൂറ് എന്താണെന്ന് ചെറിയ തോതിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ കൂടി പറയാം. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആകാശത്ത് ചന്ദ്രൻ ഏത് രാശിയിലാണോ സ്ഥിതി ചെയ്യുന്നത് അതായിരിക്കും അയാളുടെ ചന്ദ്രരാശി. അതായത് അശ്വതി നക്ഷത്രക്കാരന് മേടമായിരിക്കും ചന്ദ്രരാശി. അശ്വതി നക്ഷത്രം ആ രാശിയിൽ പൂർണ്ണമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അശ്വതി ഏത് കൂറാണെന്നാണ് പറയുന്നത്? മേടക്കൂറാണെന്ന് പറയാം. കൂറ് എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. രാശി ചക്രത്തിൽ 12 രാശികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ 27 നക്ഷത്രങ്ങളുണ്ട്. 2.25 നക്ഷത്രങ്ങൾ വീതം, അതായത് 9 നക്ഷത്ര പാദങ്ങൾ അടങ്ങിയിരിക്കുന്ന 2.25 നക്ഷത്രത്തിലൂടെയാണ് ചന്ദ്രൻ ഒരു രാശിയിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ അവിടെയുള്ള നക്ഷത്രങ്ങളോടുള്ള ബന്ധത്തെയാണ് കൂറെന്ന് പറയുന്നത്. ഇഷ്ടം അഥവാ കൂറെന്ന് പറയുന്നത്. പുരാതന അല്ലെങ്കിൽ കഥകളിൽ പറയുന്നത് 27 സുന്ദരിമാരെ ചന്ദ്രൻ വിവാഹം കഴിച്ചു എന്നാണ്. അവരോടൊപ്പം താമസിക്കുന്നതായിട്ടുള്ള രാശിയാണ് ചന്ദ്രരാശി എന്നാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ രാശി എന്നത് നിശ്ചിത ആകാശഭാഗത്തെ 30 ഡിഗ്രിയിലാക്കിയിട്ടുള്ള ഒരു രാശി, മേടരാശി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്രയാക്കി? ഒരു രാശിനെ 30 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിലെ
2.25 നക്ഷത്രമാണ് ഉള്ളതെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് 9 പാദങ്ങളുമുണ്ട്. അതിലെ 3 ഡിഗ്രി 20 മിനിറ്റ് വെച്ചിട്ട് 4 പാദങ്ങളാണ് ഒരു നക്ഷത്രം. അപ്പോൾ മേടം എന്ന് പറയുന്ന രാശിയിലെ ആദ്യത്തെ 4ാമത്തെ പാദത്തിൽ അശ്വതി കൂർ എന്ന് പറയുമ്പോൾ 4ാം കൂറിൽ ജനിച്ചു എന്നാണ് പറയേണ്ടത്. മേടരാശിയിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിൽ എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ കൂറായിട്ട് കണക്കാക്കുന്നത്. ഇനി ജാതകത്തിലെ ഗ്രഹനിലയിലെ 3 പ്രധാനപ്പെട്ട സ്തംഭങ്ങളെക്കുറിച്ച് പഠിക്കാം. ലഗ്നരാശി, സൂര്യരാശി, ചന്ദ്രരാശി. അതായത് ഒരു ജാതകം എടുത്താൽ നമുക്കതിലത്തെ കൊല്ലം അറിയാൻ പറ്റും. കാരണം എന്താണ്? വ്യാഴം ഏത് വർഷത്തിലാണ് ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ കൊല്ലവർഷം. ശനി ഏത് രാശിയിലാണ്. ഇവർക്ക് ഇത്ര വർഷമുണ്ട്. വ്യാഴത്തിന് 1 വർഷവും ശനിക്ക് 7.5 വർഷവുമുണ്ട് യാത്ര. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിനെയാണ് അവരുടെ കൊല്ലവർഷമായിട്ട് കണക്കാക്കുക. ഇനി സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതാണ് അവരുടെ മാസം. അതായത് ഞാൻ കർക്കിടക മാസത്തിലാണ്. അതുകൊണ്ട് എൻ്റെ സൂര്യൻ ഏത് രാശിയിലാണ് ഉണ്ടായിരിക്കുക? കർക്കിടക രാശിയിലാണ്. രവി എന്ന് പറയുന്ന സൂര്യനെ അടയാളപ്പെടുത്തിയിരിക്കുക. അതുപോലെ നിങ്ങൾ ഏത് മാസത്തിലാണോ ജനിക്കുന്നത് ആ മാസത്തിൽ ആണ് സൂര്യമാസം അഥവാ സൂര്യരാശി എന്ന് പറയുന്നത്. നക്ഷത്രം ഏതാണോ ആ രാശിയാണ് ചന്ദ്രരാശി. ലഗ്നം ഏതാണ്? ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏത് രാശിയിലാണോ ജനിച്ചത് അതാണ് ലഗ്നരാശി. 3 പ്രധാനപ്പെട്ട സ്തംഭങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ പറയാൻ സാധിച്ചത്. ലഗ്നം ഒരു കുട്ടി ജനിക്കുന്ന കൃത്യസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ, അതായത് ഈസ്റ്റർ ഹൊറിസോൺ എന്ന് പറയില്ലേ, കിഴക്ക് ഭാഗത്ത് ഏത് രാശിയാണോ ഉദിച്ചു നിൽക്കുന്നത്, ഓരോ നക്ഷത്രത്തിനും ഉദിച്ചു നിൽക്കലുണ്ട്, അതുപോലെ രാശിക്കുമുണ്ട്, അതാണ് ലഗ്നം എന്ന് പറയുന്നത്. ലഗ്നത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തല എന്ന് പറയുന്നത് ലഗ്നമാണ്. ലഗ്നത്തെക്കുറിച്ചുള്ള ശ്ലോകം തന്നെ നോക്കാം. ദേഹസ്യ സൗഷ്ഠവം സാസ്ത്യം സ്ഥിതിശ്രേയോ യശസുഖം. ദേഹസ്യ സൗഷ്ഠവം സാസ്ത്യം, ശരീരപ്രകൃതി, വ്യക്തിത്വം, സൗന്ദര്യം, സ്വഭാവം എല്ലാം നമ്മുടെ 1ാം ഭാവമായിട്ടുള്ള ലഗ്നത്തിലൂടെയാണ് പറയുക. ബാക്കി നമ്മൾ പഠിച്ചുല്ലോ. സൂര്യൻ നിൽക്കുന്നത് മാസമാകുമ്പോൾ സൂര്യരാശിയും അതുപോലെ ചന്ദ്രരാശിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ സൂര്യഹോരയും ചന്ദ്രഹോരയും എന്താണെന്നും ഓരോ രാശിയിലും എത്ര ഡിഗ്രിയാണ് ഉള്ളതെന്നും 9 പാദങ്ങൾ ഏതാണെന്നും വിശദമാക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം.